2024 ഏപ്രിൽ ജർമ്മനി ഇന്ത്യക്ക് വേണ്ടിയുള്ള കയറ്റുമതി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയുമായുള്ള സൈനിക ബന്ധം ആഴത്തിലാക്കാനുള്ള തന്ത്രപരമായ നീക്കവുമായി ജർമ്മനി ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായ ഒരു വമ്പൻ പ്രൊജക്ടാണ് P75I. ഇന്ത്യയുടെ ഈ വമ്പൻ പദ്ധതിയിലാണ് ജർമ്മൻ ഗവൺമെന്റ് ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 വർഷം മുൻപ് ഇന്ത്യയുടെ ഈ വമ്പൻ പ്രൊജക്ടിൽ നിന്നും ജർമ്മനി പിന്മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് ഈ പ്രൊജക്ടിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ജർമ്മൻ പ്രതിരോധ മന്ത്രി ഇന്ത്യയിലെത്തിയിരുന്നു. 2023 ജൂണിൽ ജർമ്മൻ പ്രതിരോധ മന്ത്രിയുടെ സന്ദർശന വേളയിൽ ഉയർന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഈ പ്രൊജക്ടിനെ പറ്റി ജർമ്മനിയും ഇന്ത്യയും തമ്മിൽ നടത്തിയിരുന്നത്. ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ മേഖലയുടെ വികസനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ വലിയ നേട്ടങ്ങളാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടുന്ന യുദ്ധോപകരണങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായി നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ പ്രതിരോധ മേഖലയുടെ വികസനം കണ്ടുകൊണ്ട് തന്നെ പല വിദേശ രാജ്യങ്ങളെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ പല രാജ്യങ്ങളും മുന്നോട്ടെത്തുന്നുണ്ട്. അതുപോലെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പല യുദ്ധോപകരണങ്ങൾക്കും വേണ്ടി പല രാജ്യങ്ങളും മുന്നോട്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലേക്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്തും കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയുടെ ഈ മെഗാ പ്രൊജക്റ്റായ P75I പദ്ധതിയുടെ ഭാഗമാകാൻ വേണ്ടി ജർമ്മനിയും സ്പെയിനും തമ്മിൽ മത്സരിക്കുകയാണ്. എന്താണ് ഇന്ത്യയുടെ ഈ വമ്പൻ പ്രൊജക്ട് P75I പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി സിന്ധു ഘോഷ് ക്ലാസ് അന്തർവാഹിനികൾക്ക് പകരമായി ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി ആയുധത്തിനായി പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന 6 ആക്രമണ അന്തർവാഹിനികളുടെ നിർമ്മാണവും വികസനവുമാണ് ഈ P75I പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1990കളുടെ അവസാനത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. ഇന്ത്യൻ നേവിയുടെ നിലവിലുള്ള പരമ്പരാഗത അന്തർവാഹിനി കപ്പലിന് പകരം വയ്ക്കാൻ 30 വർഷത്തെ ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ് പ്രൊജക്ട് 75. 2030ഓടെ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി 6 ആക്രമണ അന്തർവാഹിനികൾ വിതരണം ചെയ്യപ്പെടാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2030ഓടെ തദ്ദേശീയമായി 24 പരമ്പരാഗത അന്തർവാഹിനികളുടെ നിർമ്മാണം ഉൾപ്പെടുന്ന 30 വർഷത്തെ അന്തർവാഹിനി നിർമ്മാണ പദ്ധതിക്ക് 1999 സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരുന്നു. 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത 3ാമത്തെ അന്തർവാഹിനിയായ INS കരഞ്ച് സ്കോർപിയൻ ക്ലാസിനെ അടിസ്ഥാനമാക്കി കൽവരി ക്ലാസ്സിലെ 6 ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ മസഗോൺ ഡോക്ക് ലിമിറ്റഡ് നിർമ്മിക്കുന്നു. ഈ പദ്ധതിയാണ് P75. ഇതിന്റെ പിൻഗാമിയായി P75I എത്തുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന 24 അന്തർവാഹിനികളിൽ 6 ആണവശക്തിയുള്ളവയായിരിക്കും. നിലവിൽ INS അരിഹന്ത് എന്ന ഒരു ആണവ അന്തർവാഹിനി മാത്രമാണ് ഇന്ത്യക്കുള്ളത്. 1997 സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി ആദ്യം അനുമതി നൽകിയ ഈ പദ്ധതി 2020കളുടെ അവസാനത്തിൽ പ്രവർത്തന സേവനത്തിനായി നിശ്ചയിച്ചിരുന്നെങ്കിലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. 2020 P75I പ്രൊജക്ടിനായി ഇന്ത്യൻ സർക്കാർ 2 കപ്പൽശാലകളെയും 5 വിദേശ പ്രതിരോധ കമ്പനികളെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. മസഗോൺ ഡോക്ക് ലിമിറ്റഡും L&Tയുമായിരുന്നു ആ 2 കമ്പനികൾ. അതുപോലെ തന്നെ ഈ കമ്പനികളോട് വിദേശ ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചറുമായി സഹകരിക്കാനുള്ള നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. അങ്ങനെ 2021 MDL ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പിനെയും റഷ്യയിലെ റോസോബൊറോനെക്സ് പോർട്ട്, സ്പെയിനിലെ നവന്റിയ എന്നീ 3 കമ്പനികളെ തിരഞ്ഞെടുത്തു. എന്നാൽ AIP സജ്ജീകരണങ്ങളുടെ അഭാവം മൂലം ഈ കമ്പനികൾ അയോഗ്യരായി. അതിനുശേഷം 2 കമ്പനികൾ മാത്രമാണ് അവശേഷിച്ചത്. അത് ജർമ്മനിയിൽ നിന്നുള്ള ടൈസിൻക്രപ്പ് മെറൈൻ സിസ്റ്റവും ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഡവോ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗുമായിരുന്നു. എന്നാൽ 2021 ഓഗസ്റ്റിൽ ജർമ്മനിയിൽ നിന്നുള്ള ടൈസിൻക്രപ്പ് മറൈൻ സിസ്റ്റം അഥവാ TKMS ഈ പ്രോഗ്രാമിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു. അതായത് ഈ പ്രൊജക്ടിന്റെ കരാറിൽ വിവരിച്ചിരിക്കുന്ന ബാധ്യതയും സാങ്കേതിക കൈമാറ്റ വ്യവസ്ഥകളും സംബന്ധിച്ച ആശങ്കകളാണ് ഈ കമ്പനിയെ ഈ പ്രൊജക്ടിൽ നിന്ന് പിൻവലിക്കുന്നതിന് കാരണമായത്. അങ്ങനെ ഈ കരാർ എന്താണെന്ന് ചോദിച്ചാൽ, ഈ അന്തർവാഹിനി നിർമ്മാണത്തിന്റെ ഏക ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വിദേശത്തു നിന്ന് തിരഞ്ഞെടുത്ത ഈ വിദേശ സ്ഥാപനത്തിന് മാത്രമായിരിക്കും. അങ്ങനെ ഈ ജർമ്മൻ കമ്പനി ഇതിൽ നിന്നും പിൻവാങ്ങി. എന്നാൽ 2023 ജൂണിൽ വീണ്ടും TKMSഉം MDLഉം ചേർന്ന് ഇന്ത്യയിൽ AIP ശേഷിയുള്ള അന്തർവാഹിനികളുടെ നിർമ്മാണത്തെ പിന്തുണച്ചതോടെ ഈ പദ്ധതിയുടെ വേഗത ഉയർന്നു. അതിനിടെ L&T സ്പെയിനിൽ നിന്നുള്ള നവന്റിയയുമായി സഹകരിച്ചു. അങ്ങനെ ഇപ്പോൾ TKMSഉമായി സഹകരിച്ച് ജർമ്മൻ ഗവൺമെന്റ് ഇന്ത്യയുടെ അന്തർവാഹിനി പദ്ധതിയിൽ ഒരു പ്രധാന പങ്കാളിയായി പൊടുന്നനെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതൊരു സുപ്രധാന വികസനത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ വികസനമാണ് ഇപ്പോൾ ഈ പുതിയ സംഭവങ്ങൾക്ക്, ഈ പുതിയ ജർമ്മനിയുടെ താല്പര്യത്തിന് അടിവരയിടുന്നത്. 2023 ഫെബ്രുവരിയിൽ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനിടെ $5.2 ബില്യൺ മൂല്യമുള്ള
അന്തർവാഹിനി ഇടപാട് പുനരാരംഭിക്കാൻ ജർമ്മനി ഉദ്ദേശിച്ചതായി ഇന്ത്യൻ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ സന്ദർശന വേളയിൽ അദ്ദേഹത്തെ അനുഗമിച്ച പ്രതിനിധി സംഘത്തിനോടൊപ്പം ടൈസൺ ഗ്രൂപ്പിന്റെ സിഇഒ മാർട്ടിന മെർസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അധികം താമസിയാതെ ഒരു അന്തർ ഗവൺമെന്റ് റൂട്ട് വഴി 6 അന്തർവാഹിനികൾ വിൽക്കുന്നതിനുള്ള നിർദ്ദേശം ജർമ്മനി ഇന്ത്യക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പദ്ധതിയുമുണ്ടായിരുന്നു. 2023 ജൂണിൽ ജർമ്മൻ പ്രതിരോധ മന്ത്രിയുടെ സന്ദർശന വേളയിൽ ഉയർന്ന തലത്തിലുള്ള ചർച്ചകളാണ് ഇതിനെപ്പറ്റി ജർമ്മനിയും ഇന്ത്യയും തമ്മിൽ നടത്തിയത്. ഈ ചർച്ചയിൽ പോലും ജർമ്മനി വളരെയധികം താല്പര്യമാണ് ഈ പ്രൊജക്ടിനോട് എടുത്തു കാണിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുമായുള്ള ചർച്ചയിൽ ജർമ്മൻ പ്രതിരോധ മന്ത്രി TKMS വേണ്ടി വാദിക്കുകയായിരുന്നു. അന്തർവാഹിനി ഇടപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന പദ്ധതിയായി മാറാനുള്ള സാധ്യതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. അങ്ങനെ P75I പ്രൊജക്ടിന് വേണ്ടി TKMS-ഉം MDL-ഉം ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ജർമ്മനിയുടെ അംബാസഡർ ഫിലിപ്പ് അക്കർമാൻ TKMS-ഉം ഇന്ത്യൻ നേവിയും തമ്മിലുള്ള P75I ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചു. ഹൈടെക് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിന് ഇന്ത്യൻ ഡോക്ക് യാർഡുമായി സഹകരിക്കാനുള്ള ജർമ്മനിയുടെ പ്രതിബദ്ധത അദ്ദേഹം സ്ഥിരീകരിച്ചു. നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ സർക്കാർ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഇതാ TKMS-ന്റെ ഇന്ത്യൻ പങ്കാളിയായ മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് അന്തർവാഹിനി രൂപകൽപ്പനയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ 2024 ഏപ്രിൽ ജർമ്മനി ഇന്ത്യക്കായുള്ള കയറ്റുമതി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുമായുള്ള സൈനിക ബന്ധം ആഴത്തിലാക്കാനുള്ള ജർമ്മനിയുടെ പ്രതിബദ്ധതയാണ് ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നത്. അതുപോലെ തന്നെ AIP സംവിധാനത്തെ അടിസ്ഥാനമാക്കി ജർമ്മനി അതിന്റെ SDW ക്ലാസ് ഡോൾഫിൻ അന്തർവാഹിനി ഇന്ത്യൻ നാവികസേനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഡീസൽ ഇലക്ട്രിക് മോഡലായ ഡോൾഫിൻ ക്ലാസ് അന്തർവാഹിനി യഥാർത്ഥത്തിൽ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തതാണ്. ജർമ്മനിയുടെ കീഴിൽ പ്രധാനമായും ഇസ്രായേൽ നാവികസേനയ്ക്കായി HDW നിർമ്മിച്ചതാണിത്. ന്യൂക്ലിയർ ഇതര അന്തർവാഹിനികളുടെ ജലത്തിനടിയിലുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ AIP സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യമുള്ള നിർമ്മാതാക്കളാണ് ജർമ്മനിയുടെ ടൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസ്. ഇപ്പോൾ ഈ കരാർ ജർമ്മനിക്ക് നൽകുകയാണെങ്കിൽ ടൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസ് ഇതിന്റെ എഞ്ചിനീയറിംഗും ഡിസൈൻ വശങ്ങളും നയിക്കും. അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണവും ഡെലിവറിയും ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ കമ്പനി കൈകാര്യം ചെയ്യും. അതായത് ഈ അന്തർവാഹിനികളുടെ നിർമ്മാണവും വിതരണവും MDL-ന്റെ ഉത്തരവാദിത്തമാണ്. ഉക്രൈനിലെ സംഘർഷവും യൂറോപ്പിലെ മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വീക്ഷണവും പ്രതിരോധ സഹകരണം വിപുലീകരിക്കാനുള്ള ജർമ്മനിയുടെ ദൃഢനിശ്ചയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ റഷ്യയെ പോലുള്ള പരമ്പരാഗത പങ്കാളികൾക്കപ്പുറം പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ വികസനം അന്തർവാഹിനി സംരംഭങ്ങളിൽ ജർമ്മനിയുടെ ഉയർന്നു വരുന്ന പങ്കിന്റെ തന്ത്രപരമായ പ്രാധാന്യം അടിവരയിടുന്നു. ഇന്ത്യയുടെ അന്തർവാഹിനി പദ്ധതിയിൽ ജർമ്മനിയുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നു. ഇത് ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ സമുദ്രശേഷി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ആധിപത്യത്തിന് മറുപടി തന്നെയായിരിക്കും ജർമ്മനിയുടെയും ഇന്ത്യയുടെയും ഈ അന്തർവാഹിനി നിർമ്മാണവും വികസനവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.